ഹായ്, ഗുഡ് മോർണിംഗ്. ഇത്ര രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടാണെന്നുള്ളതാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ചെറിയൊരു കുഞ്ഞു യാത്രയിലാണ് കേട്ടോ. നമ്മുടെ ചങ്ങായി നാളെ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ കുറച്ച് മീൻ വാങ്ങണം. അതിന് ചാവക്കാട് മീൻ മാർക്കറ്റ്, അതായത് ബീച്ചിലുള്ള മീൻ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. 5:30 പോകണമെന്നാണ് വിചാരിച്ചത്. അവൻ നേരം വൈകി എത്താനായിട്ട്. അപ്പോൾ ദേ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ കാണുന്നുണ്ടോ? രാവിലെ ഈ സമയത്ത് തണുപ്പുള്ള മഞ്ഞുള്ള ഈ സമയത്ത് ഇങ്ങനെയുള്ള യാത്ര ഉണ്ടല്ലോ, അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ്. ഇതിൻ്റെ മുകളിൽ കയറണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. ഒരു ദിവസം കയറിയിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഇവിടെയുള്ള വീടുകളും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ, പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ. അപ്പോൾ ദേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചാവക്കാട് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്, മീൻ മാർക്കറ്റിൽ, ബീച്ചിലെത്തിയിട്ടുണ്ട്. രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി ഇനി നല്ലൊരു മീൻ വാങ്ങണം. അച്ചാറിടാനായിട്ടുള്ള മീനാട്ടോ, കണ്ടോ. അപ്പോൾ കുറേ മീനുകളുണ്ട്. കേര, അതേപോലെ പേര് പറയാൻ കിട്ടാത്ത കുറേ മീനുകളടക്കം ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ കേരയാണ് കേട്ടോ വാങ്ങുന്നത്, അച്ചാറിനല്ലേ. അപ്പോൾ നല്ലൊരു മീൻ നോക്കി അതിൻ്റെ തൂക്കം പിടിക്കാനായിട്ട് ഇതേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വില കുറവിനൊക്കെ കിട്ടും. ഇത് കണ്ടോ, ചൂണ്ടയിട്ടിട്ട് പിടിച്ച മീനാണ് കേട്ടോ. ഇപ്പോഴും കുളത്ത് കണ്ടോ, ചൂണ്ടക്കുളത്തുണ്ട് കേട്ടോ അതിൻ്റെ വായിൽ. ഇപ്പം മീൻ വാങ്ങിയിട്ട് കട്ട് ചെയ്യാൻ കൊടുക്കണം. കട്ട് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു സമയത്ത് ഞാനൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കണ്ടേ. അതിനായിട്ടിത് ഞാനൊന്ന് ബീച്ചിലേക്ക് ഇറങ്ങി. അവിടുത്തെ കാഴ്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. മീൻ മാർക്കറ്റ് രാവിലെ ഒരു 5 മണി 5:30 ആ സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരിക്കും. ലേലം വിളിയും കാര്യങ്ങളൊക്കെ. ഫ്രഷ് മീൻ, ചൂണ്ടക്കാരുടെ വള്ളങ്ങളിലുള്ള മീനുണ്ടല്ലോ, ഇങ്ങനത്തെ ബോട്ടുകൾ, ഫൈബർ ബോട്ടുകളുള്ള, അതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ലേലം ചെയ്യും. അപ്പോൾ വില കുറവിനൊക്കെ നമുക്ക് ലേലം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതേ അങ്ങനെ ബീച്ചിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ചേട്ടൻ്റെ വല വീശുന്നു. ആ ചേട്ടൻ മീനിൻ്റെ ഇത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് വീശാനായിട്ട്. കുറേ നേരം ഞാൻ നോക്കി നിന്നു. നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആളോട് പെട്ടെന്ന് വീശാൻ പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ പതുക്കെ ക്ഷമ കെട്ടിട്ട് ഞാൻ പിൻവാങ്ങി. നമുക്ക് വേറെയും കാഴ്ചകൾ കാണണ്ടേ. അപ്പോൾ അവരിങ്ങനെ തിരക്കൊപ്പം വരുന്ന മീനുകളെ നോക്കിയിട്ട് ആ സമയത്ത് വീശാനായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കുറേ നേരം ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുക. കണ്ടോ, ഇത് ഫൈബർ ബോട്ടിൽ നിന്നുള്ള മീനുകൾ കണ്ടോ, അങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ. കൊണ്ടുവന്നിട്ട് അവർ ലേലം ചെയ്യും. പിന്നെ നമുക്ക് എവിടെ പോയാലും നമ്മുടെ കൂട്ടുകാർ ഇവരൊക്കെയാണല്ലോ. അപ്പോൾ ദേ മീൻ മുറിക്കുന്ന സ്ഥലത്ത് 2-3 പേര് ഹാജരായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, നെയ്മീൻ കൊണ്ടുതന്നെയുണ്ടോ, നെയ്മീൻ എന്ന് പറയില്ലേ, അത് ഫ്രഷായിട്ടുള്ളത് കണ്ട. ഇന്നലെ രാത്രി പോയതാണ് അവർ, ഇന്ന് വന്നു. അപ്പം ഞങ്ങളിത് മീനൊക്കെ മേടിച്ച് വരുന്ന വഴി ഒരു ചായക്കടയിൽ നിർത്തിയിട്ടാണ് റൊട്ടിയും ചായയും. റൊട്ടി കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു വണ്ടി നിർത്തി ചായ കുടിക്കാമെന്ന്. നല്ല അടിപൊളി മൊരിഞ്ഞ റൊട്ടിയും ചായയും കണ്ടോ. അതും തണുപ്പുള്ള ഈ ഒരു